Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 എക്സാംസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. നമ്പർ 1 ഇൻകം ടാക്സ് ആൻഡ് GST, നമ്പർ 2 ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. നെക്സ്റ്റ് നമുക്ക് സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ആണ് വരാൻ പോകുന്നത്. സോ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരാണെങ്കിൽ കാണാം, പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ള. സോ ഈ ഒരു വീഡിയോയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എക്സാം ഓറിയന്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. 6th സെമസ്റ്ററിലെ പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ MCom MBA ഇതിൻ്റെ ഒക്കെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളിൽ ആദ്യത്തെ പിടിച്ചോ, ഇതുവരെയുള്ള ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യത്തിലോട്ടാണ് ആദ്യം പോകുന്നത്. നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് സെബി? ലാസ്റ്റ് 3 years ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. സെബി ആസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ടർ. നിർബന്ധമായും പഠിച്ചിരിക്കണം സെബിയുടെ ഫങ്ഷൻസ്. ദെൻ ഫങ്ഷൻസ് ഓഫ് സെബി ആസ് ആൻ ഇൻവെസ്റ്റർ പ്രൊട്ടക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗൈഡ് ലൈൻസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. സെബിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പരമാവധി ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. എല്ലാ വർഷത്തെ പേപ്പറുകളിലും 4 SE ചോദ്യത്തിൽ 3 തിയറി ചോദ്യവും ഒരു പ്രോബ്ലം ആണ് വരാറുള്ള പ്രോബ്ലം മിക്കതും പോർട്ട്ഫോളിയോ റിസ്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത്, മാർക്കോവിറ്റ്സിന്റെ. ഓക്കെ, എന്തായാലും പ്രോബ്ലം ചെയ്ത് പഠിക്കാൻ നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, വാരിയൻസ് കണ്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. നിർബന്ധമായും പഠിച്ചിരിക്കണം. അതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിക്സ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഡിഫൈൻ ഇൻവെസ്റ്റ്മെന്റ്. Then explain ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റ് എലമെന്റ്സ്. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. എൻവയോൺമെന്റ് എലമെന്റ്സ് നിർബന്ധമായി നോക്കിയിരിക്കണം. ഓക്കെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ചില സമയത്ത് 5 മാർക്കിൻ്റെയും അല്ലെങ്കിൽ SIക്കും പ്രതീക്ഷിക്കാം ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രോസസ്. അത് നോക്കാം കേട്ടോ. ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രോസസ് എന്താണ്, അതും നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ റിസ്ക്, പലതരത്തിലുള്ള റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെ ബോണ്ട് റിസ്ക് അതും ഉണ്ട്. നമുക്കൊരു 2 വർഷത്തെ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ അതും നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കണം. ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ആർ ദി റിസ്ക് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ ബോണ്ട്? റിസ്ക് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ എ ബോണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടൈപ്സ് ഓഫ് റിസ്ക് ഉള്ളതും നോക്കണം കേട്ടോ. ഇൻവെസ്റ്റിംഗ് ഇൻ എ ബോണ്ട്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസ്ക്. അത് ചിലപ്പോൾ 5 മാർക്കിൻ്റെയിലേക്കും വേണമെങ്കിൽ തിരിച്ചിടാറുണ്ട് കേട്ടോ. അങ്ങനെയും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദി റിസ്ക് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ എ ബോണ്ട്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് റിസ്ക്, രണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്. ഇനി മൊഡ്യൂൾ നമ്പർ 3യിൽ നിന്ന് ഒരു SI എല്ലാ പ്രാവശ്യവും ഇടാറുണ്ട്. അത് ഫണ്ടമെന്റൽ അനാലിസിസോ ടെക്നിക്കൽ അനാലിസിസോ ഇതിൽ ഏതെങ്കിലും ആണ്. ചിലപ്പോൾ എക്സ്പ്ലെയിൻ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഫണ്ടമെന്റൽ അനാലിസിസ്, അതുപോലെ തന്നെ
നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ടെക്നിക്കൽ അനാലിസിസ് അല്ല, ഇത് നമ്മൾ പറഞ്ഞത് ടെക്നിക്കൽ വരാറുണ്ട്, ടെക്നിക്കൽ അനാലിസിസ്. അതുപോലെ തന്നെ ഫണ്ടമെന്റലും, ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെന്റൽ രണ്ടും നോക്കാം. ഓക്കെ, ഒന്നുകിൽ ടെക്നിക്കൽ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും വരാറുള്ളതാണ് കേട്ടോ. ടെക്നിക്കൽ അനാലിസിസിന്റെ പ്രിൻസിപ്പിൾസ് അതുപോലെ തന്നെ ഫണ്ടമെന്റൽ അനാലിസിസിനെ പറ്റിയിട്ട്, ഇതിൽ ഏതെങ്കിലും ഒരു അനാലിസിസിനെ പറ്റിയിട്ട് പലപ്പോഴും SI കീബോർഡ് നമ്പർ 3യിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് തിയറി വരാറുള്ളതാണ്. ഓക്കെ, അതാണ് മറ്റൊരു സജഷൻ. ഇനി പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷനോ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് പോർട്ട്ഫോളിയോ diversification. Then need for the portfolio diversification. Okay, then പിന്നെ തരാനുള്ളത് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ്. ഞാൻ പറഞ്ഞു, അതല്ലെങ്കിൽ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്താണ്, ഫേസസ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്, അതിൻ്റെ ഫേസസ് ഉണ്ട്, അതും നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ അവസാനമായിട്ട് ഒരു സജഷനും കൂടി തരാനുള്ളത് ഇന്റർമീഡിയറീസ് ആണ്. നമുക്കൊരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഇന്റർമീഡിയറീസ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, അതും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്റർമീഡിയറീസ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ 8 സജഷൻസ് ആണ് തരാനുള്ള. നമുക്ക് 4 SI ചോദ്യങ്ങളാണ്, അതിൽ 2 എണ്ണം എഴുതിയാൽ മതി. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം, വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് സെബി ആസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ടർ, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, നിർബന്ധമായി നോക്കിയിരിക്കണം. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ റിസ്ക് എന്താണ്, ദെൻ അതിൻ്റെ പ്രോബ്ലം, പോർട്ട്ഫോളിയോ റിസ്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് എൻവയോൺമെന്റിന്റെ എലമെന്റ്സ്, ദെൻ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് പ്രോസസ്സ്, അത് പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. വാട്ട് ആർ ദി റിസ്ക് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ എ ബോണ്ട്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസ്ക്, അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ദെൻ ടെക്നിക്കൽ അനാലിസിസിനെ പറ്റിയിട്ടോ ഫണ്ടമെന്റൽ അനാലിസിസിനെ പറ്റിയിട്ടോ ഏതെങ്കിലും ഒരു അനാലിസിസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ദെൻ പോർട്ട്ഫോളിയോ ഡിവേഴ്സിഫിക്കേഷൻ എന്താണ് അതിന്റെ നീഡ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്താണ് അതിന്റെ ഫേസസ്, ഇന്റർമീഡിയറീസ് ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. അപ്പോൾ ഈ 8 ചോദ്യങ്ങളാണ് നമ്മുടെ SIക്ക് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു 4 എണ്ണം എന്തായാലും കിട്ടും കേട്ടോ. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സും 5 മാർക്ക്, ദെൻ പാർട്ട് ബിയിലുള്ള 5 മാർക്സ് ചോദ്യങ്ങളുടെ വീഡിയോ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, നാളെ ഈവനിങ്ങിന് എക്സാം റിലേറ്റഡ് ലൈവ്, ഇതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.